സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കണ്ണൂരും തൃശൂരും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ. ആവേശം നിറഞ്ഞ മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. 2 ഗോളുകളും പിറന്നത് രണ്ടാം പകുതിയിലായിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം കണ്ണൂരിലെത്തിയ ഫുട്ബോൾ ടൂർണമെന്റ് ഇരു കൈയും നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത്. ജവഹർ സ്റ്റേഡിയത്തിന്റെ ഗ്യാലറി നിറഞ്ഞു കവിഞ്ഞു. കണ്ണൂരിന്റെ ആക്രമണങ്ങളിലൂടെയാണ് ആദ്യ പകുതി തുടങ്ങിയത്. മധ്യനിരയിൽ എബിൻദാസും മുന്നേറ്റത്തിൽ ആസിയർ ഗോമസും മികച്ചു നിന്നു. 41 മിനിറ്റിൽ വലതുവിങ്ങിലൂടെ എബിൻദാസ് 4 താരങ്ങളെ മറികടന്ന് ബോക്സിലേക്ക് കയറി. തൃശൂർ പ്രതിരോധ താരങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ നൽകിയ ക്രോസ് അസിയർ പറന്ന് ഹെഡറിന് ശ്രമിച്ചെങ്കിലും തൃശൂരിന്റെ പ്രതിരോധത്തിൽ തട്ടി വിഫലമായി. രണ്ടാം പകുതിയിൽ കണ്ണൂരിന്റെ കളി മാറി. 57 മിനിറ്റിൽ കണ്ണൂർ വല കുലുക്കി. തൃശൂർ താരത്തിന്റെ പിഴവിൽ നിന്ന് ബോക്സിന് മുന്നിൽ പന്ത് സ്വീകരിച്ച ക്യാപ്റ്റൻ അഡ്രിയാൻ സർഡിനേറോ വലത് വിങ്ങിലൂടെ ഓടിക്കയറിയ മുഹമ്മദ് സിനാന് നൽകി. വലത് കാലുകൊണ്ട് കൃത്യമായി പന്തൊതുക്കി. തൃശൂർ ഗോൾ കീപ്പർ കമാലുദ്ദീനെ കാഴ്ചക്കാരനാക്കി ഉഗ്രൻ ഗോൾ. മത്സരം അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ശേഷിക്കെ ഇഞ്ചുറി ടൈമിൽ തൃശൂർ ഗോൾ മടക്കി. വലത് വിങ്ങിൽ നിന്ന് പകരക്കാരനായി എത്തിയ അഫ്സൽ നൽകിയ ക്രോസിൽ മാർക്കോവിച്ചിന്റെ ഹെഡർ. വായുവിലുയർന്ന പന്തിന് നേരെ ചാടി ബിബിൻ അജയൻ ഹെഡറിലൂടെ ഗോളാക്കി മാറ്റി. മത്സരത്തിൽ നിർണായക സേവുകൾ നടത്തി തൃശൂർ ഗോൾ കീപ്പർ കമാലുദ്ദീൻ ഇന്നും കളം നിറഞ്ഞു. 3 ജയവും 1 സമനിലയുമായി 10 പോയിന്റ് നേടി തൃശൂർ പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി. 5 മത്സരങ്ങളിൽ നിന്ന് തോൽവി അറിയാതെ 2 ജയവും 3 സമനിലയുമായി 9 പോയിന്റുമായി കണ്ണൂർ മൂന്നാമത് തുടരുന്നു. മുഹമ്മദ് സിനാനാണ് മത്സരത്തിലെ താരം. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1.